കേരളത്തിന് എയിംസ് കിട്ടും എന്ന ചർച്ച വീണ്ടും സജീവമാകുമ്പോൾ എടുത്തു പറയേണ്ട ചില വസ്തുതകൾ ഉണ്ട്. ഏതായാലും UDFിൻ്റെ പുതിയ മന്ത്രിസഭ വന്നതിന് ശേഷം പുതിയ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പ്രത്യേകമായി എടുത്ത താൽപ്പര്യത്തിൻ്റെ ഭാഗമായി കൊണ്ടുതന്നെ 2 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഡൽഹിയിൽ ഈ വിഷയം അവതരിപ്പിക്കാൻ സാധിച്ചത് തന്നെ വലിയ ഒരു പ്രതീക്ഷയ്ക്ക് ഇട നൽകുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തുടർന്നുണ്ടായ പിണറായി സർക്കാർ 2 പ്രാവശ്യവും ഇതിന് കാര്യമായിട്ടുള്ള ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. സത്യത്തിൽ തുടക്കത്തിൽ, അതായത് നരേന്ദ്രമോദി സർക്കാർ ആദ്യമായി അധികാരത്തിൽ വന്ന സമയത്ത് ആദ്യത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപനമായിരുന്നു എയിംസ് ഫോർ ആൾ സ്റ്റേറ്റ്സ്. എല്ലാ സംസ്ഥാനത്തും ഒരു എയിംസ് വേണമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. തുടർന്ന് എല്ലാ സംസ്ഥാനങ്ങളോടും അതിൻ്റെ പ്രൊജക്റ്റ് റിപ്പോർട്ട് അയക്കാൻ പറയുകയുണ്ടായി. പക്ഷേ നിർഭാഗ്യവശാൽ രാഷ്ട്രീയം തലയ്ക്ക് കയറിയ കേരളത്തിലെ അന്നത്തെ മുഖ്യമന്ത്രിമാർ, അതായത് അത് പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായിരുന്നത് ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയായിരുന്നു, ഒരു ലേശം പോലും അതിൽ താല്പര്യം കാണിക്കാതെ ഒരു പ്രൊജക്റ്റും അങ്ങോട്ട് ഉണ്ടാക്കി വിടാൻ അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തയ്യാറായില്ല. എന്നതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് കിട്ടേണ്ട ആ എയിംസ് ഇങ്ങനെ വൈകിപ്പോയത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം തുടക്കത്തിൽ എന്ത് പദ്ധതി പ്രഖ്യാപിക്കുമ്പോഴും ആ തുടക്കത്തിൽ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ ചെല്ലുമ്പോൾ അത് വരാൻ എളുപ്പമാണ്. കാരണം എന്ത് പരിപാടിയും നമ്മൾ തുടങ്ങി വയ്ക്കുമ്പോൾ, അതായത് തുടങ്ങി വെച്ചതിന് ശേഷമാണ് അതിലെ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഓരോ നിയമങ്ങൾ പുതിയതായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ 2014 നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ആ പദ്ധതി ഇപ്പോൾ 12 കൊല്ലം കഴിഞ്ഞിട്ടാണ് വീണ്ടും അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് പോകുന്നത്. ഈ ആപ്ലിക്കേഷനായിട്ട് ഇതേ UDF മന്ത്രിസഭ അന്ന് ഭരിക്കുമ്പോൾ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അന്ന് താല്പര്യം എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിലെ എയിംസ് 12 കൊല്ലം പഴക്കമായേനെ. അന്ന് രാഷ്ട്രീയം കളിച്ചു, ആപ്ലിക്കേഷൻ കൊടുത്തില്ല. ഇന്ന് കളിച്ച് അവസാനം അതേ UDFിലെ ആരോഗ്യമന്ത്രി തന്നെ അതിൻ്റെ ആപ്ലിക്കേഷനുമായി ഡൽഹിയിൽ ചെല്ലുന്നു. പക്ഷേ എന്താണ് ഇപ്പോഴത്തെ കുഴപ്പം? ഇതിൻ്റെ പലതരം പരിഷ്കാരങ്ങളും നിയമങ്ങളും ഒക്കെ മാറിയിട്ടുണ്ടാവും. അതൊക്കെ ഇനി ഒത്തുചേരുന്നാലേ ഈ എയിംസിൻ്റെ പ്രഖ്യാപനം വരികയുള്ളൂ എന്നതിന് യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഒരു 10 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ന്യൂസ് കാണുന്നുണ്ട്, എയിംസ് തിരുവനന്തപുരത്ത് വരുമെന്ന്. തിരുവനന്തപുരത്ത് കാട്ടക്കടയിലാണ് അത് വരാൻ സാധ്യത എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിനൊരു കാരണം കൂടി ഈ പറയുന്നവർ പറയുന്നുണ്ട്. അതായത് BJPക്ക് വോട്ട് കൊടുത്ത, അധികാരം കൊടുത്ത MLAമാരെ ജയിപ്പിച്ച 3 MLAമാർ ആ പരിസരത്ത് നിന്നുണ്ട്. അതിനു പുറമെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിന് കൊടുക്കുന്ന എയിംസ് BJPക്ക് വോട്ട് കൊടുക്കുന്ന സ്ഥലത്ത് തന്നെ കൊടുക്കുള്ളൂ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കാട്ടാക്കട പൊന്തി വന്നത്. ഇതുവരെ കാട്ടാക്കട ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. ഈ കാട്ടാക്കടയിൽ കാണിച്ചു കൊടുക്കുന്ന സ്ഥലം സത്യത്തിൽ കന്യാകുമാരിയുടെ അടുത്താണ്. അപ്പോൾ ഇനി അഥവാ BJPയുടെ ഫേവർ കിട്ടി, BJPക്ക് വോട്ട് കിട്ടുന്ന പ്രദേശമായ ആ തിരുവനന്തപുരം ജില്ലയിലെ ഈ കാട്ടാക്കടയിൽ ഇത് കേന്ദ്രം അനുവദിച്ചു കൊടുത്താൽ ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് എത്ര കണ്ട് ഉപകാരപ്പെടും എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ഇത് തിരുവനന്തപുരം ജില്ലയിലും അതിൻ്റെ തന്നെ കന്യാകുമാരി ബോർഡറിലാണ് ഈ സ്ഥലം കിടക്കുന്നത്. അവിടെ അഥവാ ഇനി കേന്ദ്രം BJPക്ക് 3 MLA കൊടുത്ത പ്രദേശം കോർപ്പറേഷൻ്റെ അപ്പോൾ കിടക്കട്ടെ അവിടെ എയിംസ് എന്ന് പറഞ്ഞ് അത് പ്രഖ്യാപിച്ചാൽ
അത് കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. കാരണം കാസർഗോഡ് നിന്നും അത്യാവശ്യമായി ചികിത്സ തേടി കേരളത്തിലെ എയിംസിലേക്ക് പോവാൻ പോലും ജനം ചിന്തിക്കില്ല. കന്യാകുമാരി തമിഴ്നാട്ടിലുള്ളവർക്ക് ഇത് വളരെയധികം ഗുണപ്പെടും, അതിന് യാതൊരു സംശയവും വേണ്ട, കാട്ടാക്കടയിൽ എയിംസ് വരികയാണെങ്കിൽ. പിന്നെ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ, അവിടെ ഒരു കേരള ഗവൺമെൻറ്റിൻ്റെ ഏതോ ഒരു ലാൻഡ്, ഏതോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുറച്ച് ലാൻഡ് അവിടെ കിടക്കുന്നുണ്ട്. 500 ഏക്കർ സ്ഥലം കേരള ഗവൺമെൻറ് സ്ഥലമാണെന്നാണ് ഇത് പറയുന്നത്. ആ സ്ഥലം ഇതിന് ഉപയോഗിക്കാം എന്നത് ഒരു സത്യം തന്നെയാണ്. പക്ഷേ ഇവിടെ കേരള ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റ് ജില്ലയിലെ രാഷ്ട്രീയ നേതാക്കൾ, അത് ഭരിക്കുന്ന പാർട്ടി ആയാലും വേണ്ടില്ല, പ്രതിപക്ഷ പാർട്ടി ആയാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല, ഇതിൽ ശക്തമായിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. എയിംസ് കേരളത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ മധ്യഭാഗത്ത് തന്നെയായിരിക്കണം. എന്നാൽ അവിടെ കേരളത്തിൻ്റെ രണ്ടറ്റത്തു നിന്നും ജനങ്ങൾക്ക് എയിംസിൽ വന്ന് ചികിത്സ തേടാൻ കഴിയുകയുള്ളൂ. അത്തരത്തിലുള്ളൊരു സ്ഥലമാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെടേണ്ടത്. ആ സ്ഥലത്ത് തന്നെ വരുവാൻ സമ്മർദ്ദം ചെലുത്തേണ്ടത്. ഇവിടെ കേരളത്തിൻ്റെ മധ്യഭാഗമായ പാലക്കാട്, കഞ്ചിക്കോടാണ് ഇന്ത്യയിൽ തന്നെ 2 വ്യവസായ ഇടനാഴികൾ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഒന്ന് പാലക്കാട്ടെ കഞ്ചിക്കോട്ടാണ് കേന്ദ്രം പ്രഖ്യാപിച്ച് വെച്ചിരിക്കുന്നത്. ആ വ്യവസായ സ്ഥാപനങ്ങൾ അവിടെ വരുമ്പോൾ ചുരുങ്ങിയത് ഒരു 52,000 1 ലക്ഷം ആൾക്കാർ അവിടെ തന്നെ ജോലിയിൽ ഏർപ്പെടുന്ന ഒരു അവസ്ഥ വരും. അത്രയും കുടുംബങ്ങൾ അവിടെ സെറ്റിൽ ചെയ്യും. അത് അവിടെ നിൽക്കട്ടെ, ആ ഭാഗത്ത് തന്നെ ഉള്ള ഒരു സ്ഥലമാണ്, കേന്ദ്രത്തിൻ്റെ സ്ഥലം തന്നെയാണ് ഈ പഴയ കോച്ച് ഫാക്ടറിക്ക് അനുവദിച്ചു കൊടുത്ത സ്ഥലം. അതിൻ്റെ ഒരു 200 ചില ഏക്കറിലാണ് കേന്ദ്രം തന്നെ, ഇപ്പോഴത്തെ BJP ഗവൺമെൻറ് തന്നെ IIT കൊണ്ടുവന്നത്. അതിനോട് ചേർന്ന് കിടക്കുന്ന ബാക്കി സ്ഥലമാണ് എയിംസിന് അനുയോജ്യം എന്ന് ഇപ്പോൾ സർക്കാർ എഴുതി കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഇവിടെ വരുമ്പോൾ കാസർഗോഡ് നിന്നും ഇവിടേക്കുള്ള ദൂരം, തിരുവനന്തപുരത്ത് നിന്നും ഇവിടേക്കുള്ള ദൂരം തുല്യമാണ്. എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ വന്നു പോകാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കഞ്ചിക്കോട്ടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥലം. ഇവിടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, കേന്ദ്രം ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട് കേന്ദ്രത്തിൻ്റെ വേറെ എന്തെങ്കിലും മറ്റ് പ്രൊജക്റ്റുകൾ. ഞാൻ കേട്ടത് ഈ ഇറ്റാലിയൻ ഗവൺമെൻറ്റുമായി ഉണ്ടാക്കുന്ന ഒരു ഉടമ്പടി പ്രകാരം ഇന്ത്യ ഗവൺമെൻറ് ഒപ്പുവെച്ച ഒരു മിസൈൽ ഫാക്ടറിയുടെ പ്രവർത്തനം ഈ കേന്ദ്രത്തിൻ്റെ ഈ സ്ഥലത്ത് കൊണ്ടുവരണമെന്ന് കേന്ദ്രത്തിന് ആലോചനയുണ്ട്. ആ ഒരു കാരണം പറഞ്ഞ് ഈ സ്ഥലം ഉപയോഗിക്കാൻ കേന്ദ്രം ചിലപ്പോൾ തയ്യാറാകില്ല. അങ്ങനെ വരുമ്പോൾ കാട്ടാക്കടയ്ക്ക് ചാൻസ് കൂടുതലാണ് വരുന്നത്. ഇവിടെയാണ് കേരള ഗവൺമെൻറ് ഇടപെടേണ്ടത്. എന്തു ചെയ്യണം? കേരളം വളരെ ശക്തമായിട്ട് പറയണം, കേരളത്തിന് കിട്ടുന്ന എയിംസ് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വന്നു പോകാൻ പറ്റുന്ന സ്ഥലത്ത് വെക്കണം. അതിന് പറ്റിയ സ്ഥലമാണ് കേരളത്തിൻ്റെ മധ്യഭാഗമായ പാലക്കാട്ടെ കഞ്ചിക്കോട്ടെ സ്ഥലം. പക്ഷേ ആ സ്ഥലം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണിപ്പോൾ. പക്ഷേ കാട്ടാക്കടയിൽ കിടക്കുന്ന സ്ഥലം കേരള സംസ്ഥാനത്തിൻ്റെ സ്ഥലമാണ്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ സ്ഥലത്തെ കേരളത്തിന് നിർബന്ധം പിടിക്കാൻ പറ്റുള്ളൂ, കേന്ദ്രത്തിൻ്റെ സ്ഥലത്ത് നിർബന്ധിക്കാൻ പറ്റില്ല. കേന്ദ്രം സമ്മതിച്ചാലേ പറ്റുള്ളൂ. പക്ഷേ കേന്ദ്രത്തിന് ഇപ്പോൾ വേറൊരു പ്രൊജക്റ്റ് കൊണ്ടുവരേണ്ടതായ ഇതിന് സ്ഥലം ആവശ്യമുണ്ട്. ആ സ്ഥലമാണ് കഞ്ചിക്കോട്ടെ സ്ഥലം കേന്ദ്രം പരിഗണനയിൽ വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. ഇവിടെ ശക്തമായിട്ട് കേരളത്തിന് പറയാം. അതായത് കേന്ദ്രം പറയും കേരളത്തിന് എയിംസ് എന്നൊരു പദ്ധതിയും കൂട്ടത്തിൽ ഈ ഒരു മിസൈൽ ഉണ്ടാക്കുന്ന ഫാക്ടറിയും വരുമ്പോൾ കേരളത്തിൽ 2 പ്രൊജക്റ്റ് വരികയാണ്. നല്ലത് തന്നെയാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ എയിംസ് മിഡിൽ ഭാഗത്ത് വരണം. മിസൈൽ ഫാക്ടറി എവിടെ വന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ ഇവിടെ സംസ്ഥാന സർക്കാരിന് പറയാം, പാലക്കാട്ട് മിസൈൽ ഫാക്ടറി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഈ കോച്ച് ഫാക്ടറിയുടെ സ്ഥലത്ത് എയിംസിന് അനുവദിക്കുകയും എയിംസ് കൊടുക്കാൻ കാട്ടാക്കടയിൽ പരിഗണനയിലിരിക്കുന്ന സ്ഥലം ഈ
കേന്ദ്രത്തിന് അത് കൊടുത്ത് അവിടേക്ക് മിസൈൽ ഫാക്ടറി മാറ്റുകയും ചെയ്താൽ രണ്ടും ഇവിടെ വന്നു ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുപോലെ ഉപകാരപ്പെടുകയും ചെയ്യും. ഇതാണ് അതിന് വളരെ ഉത്തമമായ ഒരു സൊല്യൂഷൻ. അത് ഇവിടെ മറ്റ് ജില്ലകളിലുള്ള, അതായത് തിരുവനന്തപുരം ജില്ലയിലെ ആരും തന്നെ ഇത് സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. കാരണം കാട്ടാക്കടയിൽ കൊണ്ടുവരാൻ തന്നെയാണ് അവർക്ക് മാനസികമായ അവസ്ഥ. കാരണം അവരുടെ ജില്ലയിൽ വരികയല്ലേ. പക്ഷേ കാസർഗോഡ് മുതലുള്ള ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയക്കാരും ഇതിൽ ശക്തമായി ഇടപെടണം. ജനങ്ങളും പ്രതികരിക്കണം. എയിംസ് വരുന്നത് കേരളത്തിൻ്റെ മധ്യഭാഗത്ത് തന്നെ വേണം. ഇനി ഇതിലൊരു വിരോധാഭാസമുണ്ട്. തിരുവനന്തപുരം ജില്ലയ്ക്ക് രണ്ടാമത്തെ സർക്കാർ മെഡിക്കൽ കോളേജും കൂടി അനുവദിക്കുന്നുണ്ട് ഈ ബഡ്ജറ്റിൽ തന്നെ. അതിനും അനുമതി കിട്ടിയിട്ടുണ്ട്. കെ കരുണാകരൻ മെമ്മോറിയൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത് ഒരു മെഡിക്കൽ കോളേജും കൂടി തിരുവനന്തപുരം സിറ്റിയിലും ഇപ്പോൾ തന്നെ അനുമതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ആധുനിക ചികിത്സാ സൗകര്യങ്ങളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ സമുച്ചയമാണ് തിരുവനന്തപുരത്തുള്ളത്. ശ്രീ ചിത്ര മെഡിക്കൽ സെൻറ്റർ, അതുപോലെ SU2 മെഡിക്കൽ, അങ്ങനെ ഒരുപാട് കിംസ് മെഡിക്കൽ സെൻറ്റർ, വളരെയധികം ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്ന തിരുവനന്തപുരത്ത്, അതും കേരളത്തിൻ്റെ ഒരു അറ്റത്ത് കിടക്കുന്ന, ആ ജില്ലയുടെ തന്നെ അറ്റത്ത് കിടക്കുന്ന കട്ടാക്കടയിൽ ഈ എയിംസും കൂടി കൊണ്ടുവരണോ എന്ന് കേരള സർക്കാർ വളരെ ശക്തമായി ചിന്തിക്കണം. കേരളത്തിലെ എല്ലാ ജനങ്ങളെയും പരിഗണിക്കണം. ഇതിൽ UDFിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് ശക്തമായിട്ട് ആ മന്ത്രിസഭയിൽ ഇത് ഇടപെടണം. ഇത് കേരളത്തിൻ്റെ മധ്യഭാഗത്തേക്ക് തന്നെ ഇത് കൊണ്ടുവരാൻ എല്ലാവരും കൂടി ഒത്തുപിടിക്കണം. കാരണം കാട്ടാക്കടയിലെ സ്ഥലം കേന്ദ്രത്തിന് കൊടുത്ത് ആ മിസൈൽ ഫാക്ടറി അങ്ങോട്ട് വരുത്തിയിട്ട് ഇവിടെ കഞ്ചിക്കോടുള്ള ഈ പഴയ കോച്ച് ഫാക്ടറിയുടെ സ്ഥലത്ത് തന്നെ എയിംസ് കൊണ്ടുവരാനുള്ള ശരിയായ ചർച്ചകൾ ഇനിയും ഇവിടെ ഉണ്ടാകണം. അല്ലാതെ മുണ്ടാതിരുന്നാൽ എയിംസൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് കാട്ടാക്കടയിലും ആകും. കാരണം BJPക്ക് 3 MLAമാർ കൊടുത്ത പരിസരം, കോർപ്പറേഷൻ അധികാരം കൊടുത്ത പരിസരം, അങ്ങനെ പലതരത്തിലും അതിന് ചാൻസസ് കൂടി വരികയാണ്. ഈ സമയത്ത് ശക്തമായ ഇടപെടലുകൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയം മറന്ന് ജനങ്ങളുടെ ഉപകാരവും സൗകര്യവും മാത്രം പരിഗണനയിൽ എടുത്തുകൊണ്ട് ഈ എയിംസ് കേരളത്തിൻ്റെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരാനുള്ള തക്കതായ നീക്കങ്ങൾ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു.